ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് സ്റ്റുട്ട്ഗാർട്ടിലെ മെർസിഡിയസ് ബെൻസ് മ്യൂസിയത്തിൻ്റെ അടുത്താണ്. നമ്മൾ ഇന്ന് ഈ ഒരു മ്യൂസിയം കാണാനാണ് വന്നേക്കുന്നത്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഓട്ടോമോട്ടീവ് ബ്രാൻഡിൻ്റെ മാനുഫാക്ചറിങ് സെൻറ്റർ കൂടിയാണ് കേട്ടോ ഈ ഒരു സ്റ്റുട്ട്ഗാർട്ട്. പോർഷയുടെയും മെർസിഡിയസ് ബെൻസിൻ്റെയും മാനുഫാക്ചറിങ് സെൻറ്റർ ഇവിടെ തന്നെയാണ്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഈ ഒരു മ്യൂസിയം കാണാനാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ കാർ ഉണ്ടാക്കിയതും ഇവിടെ തന്നെയാണ്. കാൾ ബെൻസ് ആണ് കേട്ടോ ലോകത്തിലെ ആദ്യത്തെ കാറ് കണ്ടുപിടിച്ചത്. അദ്ദേഹം 1886 1890 ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ ഈ ഒരു കാറ് ലോകത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ടിക്കറ്റിന് ഒരാൾക്ക് 16 യൂറോയാണ് ടിക്കറ്റ് റേറ്റ്. നമുക്കിപ്പോൾ ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് കയറാവേ. ഇത് ടോട്ടൽ 9 നിലയാണ് കേട്ടോ ഈ ഒരു കെട്ടിടം. അപ്പം നമ്മൾ നമ്മൾ താഴത്തുനിന്നും ലിഫ്റ്റ് കയറി ഏറ്റവും ടോപ്പിൽ വരണേ. എന്നിട്ടാണ് ഇവിടെ നിന്നാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു മെർസിഡിയസ് ബെൻസ് എന്ന പേര് വന്നതിൽ ഒരു ചരിത്രമുണ്ട്. ഈ കാൾ ബെൻസ് കാറ് കണ്ടുപിടിച്ച ആ ഒരു ടൈമിൽ തന്നെയാണ് സ്റ്റുട്ട്ഗാർട്ടിൽ ഉണ്ടായിരുന്ന ഡെയിംലറും വിൽഹെൽം മേബ എന്ന ഈ ഒരു 2 പേരും കൂടി ഒരു ഡെയിംലർ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഡെയിംലർ മോട്ടോർ കോർപ്പറേഷൻ എന്നായിരുന്നു ഈ ഒരു കമ്പനിയുടെ പേര്. പിന്നീട് ഈ 2 കമ്പനികളും ഭയങ്കര മത്സരത്തിലായിരുന്നു. പിന്നീട് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴേക്കും സാമ്പത്തിക വ്യവസ്ഥ ഫുള്ള് തകർന്നടിഞ്ഞു. അതിനുശേഷം ഗവൺമെൻറ് തീരുമാനിച്ചു ഈ 2 കമ്പനികളും ഒന്നാകാൻ. അങ്ങനെ ഫസ്റ്റ് കമ്പനിയായ ബെൻസ് ആൻഡ് സിയും സെക്കൻഡ് കമ്പനിയായ ഡെയിംലർ മോട്ടോർ കോർപ്പറേഷനും കൂടി ചേർന്ന് 1960 ഡെയിംലർ ബെൻസ് നിലവിൽ വന്നു. പിന്നീട് ഈ ഒരു ഡെയിംലറിൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എമിൽ എന്ന ഒരാളുടെ മകളുടെ പേരാണ് മെർസിഡിയസ്. പിന്നീട് ഈ പേര് മെർസിഡിയസ് ബെൻസ് എന്ന പേരിൽ നിലവിൽ വന്നു. കാൾ ബെൻസ്, ഡെയിംലർ എന്നിവരുടെ കണ്ടുപിടുത്തങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു എൻട്രൻസിൽ നിന്നും ഓഡിയോ ഗൈഡും അവൈലബിൾ ആണ്. ജർമ്മൻ, ഇംഗ്ലീഷ് അങ്ങനെ ഒട്ടനവധി ഭാഷകളിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത്.
ഈ ഒരു മെറൂൺ കളർ കാറ് UK രാജകുമാരിയായ ഡയാന രാജകുമാരിയുടെ കാറാണേ. അതിന് തൊട്ടപ്പുറത്ത് കണ്ട ഒരു വൈറ്റ് കാറ് ജോൺ പോൾ രണ്ടാമന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. വത്തിക്കാനിൽ നിന്നും അദ്ദേഹം ജർമ്മനി വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം ഈ ഒരു മെർസിഡീസ് കാറ് നിർമ്മിച്ചു കൊടുത്ത കാറാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മ്യൂസിയം ഫുള്ള് കണ്ടു തീർക്കാനായിട്ട് ഞങ്ങൾക്ക് 2 മണിക്കൂറാണ് എടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരം ഈ ഒരു ഓഡിയോ ഗൈഡ് തിരിച്ചു കൊടുക്കുവാണ്. ആ ഒരു ഫ്ലോറിൽ തന്നെയായിട്ട് റെസ്റ്റോറൻറ്റും കഫേയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.